أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. وإذا رآك الذين كفروا إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون. خلق الإنسان من عجل سأريكم آياتي فلا تستعجلون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അംബിയ ആണല്ലോ നമ്മൾ പഠിച്ചു പോരുന്നത്. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നല്ല നിലയിൽ കാര്യങ്ങൾ പറയുവാനും അത് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സൂറ അംബിയായിലെ 34 മുതൽ 37 വരെയുള്ള ആയാത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മൾ പറയുകയുണ്ടായി, മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ എന്നും, ദൃഷ്ടാന്തങ്ങൾ നിത്യേന നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ടും വേണ്ടതുപോലെ നിങ്ങളതിനെപ്പറ്റി ആലോചിക്കാതെ ചിന്തിക്കാതെ തിരിഞ്ഞു കളയുകയാണ്, അല്ലെങ്കിൽ അവർ തിരിഞ്ഞു കളയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിനെ നമ്മൾ അവസാനിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും മറ്റും വളരെ വിശദമായിക്കൊണ്ട് വജാൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം വജാൽന സമാ സഖഫൻ മഹ്ഫൂള എന്ന് പറയുന്ന അലം യറൗ അല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ പോലെയുള്ള അതിമഹത്തരമായ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരം ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ടിട്ടും മനുഷ്യൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന, അള്ളാഹു ലൈലും നഹാറും ഷംസും കമറുമെല്ലാം സൃഷ്ടിച്ചതിൻ്റെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞിട്ടും അള്ളാഹു പറയുകയാണ് വഹും അൻ ആയാതിഹാ മുഅ്രിളൂൻ. എന്നിട്ടും അവരിത്തരം ആയാത്തുകളെ തൊട്ട് തിരിഞ്ഞു പോകുന്നവരാണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താണെന്ന് നോക്കാം. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അപ്പോൾ കഴിഞ്ഞ ആയാത്തുകളിലെ ദൃഷ്ടാന്തങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല വിവരിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആലയെ മനസ്സിലാക്കുവാനും ഈ ലോക ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, അതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ആ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങളുടെ ആരാധനകൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന് വായുവും വെള്ളവും അന്നവും നൽകുന്ന റബ്ബിൻ്റെ കഴിവുകളെ നമ്മുടെ മുമ്പിൽ വെച്ച് തരികയായിരുന്നു. എന്നിട്ട് അത്തരത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കാൻ പറയുകയാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ് വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക. നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്, നാം ആക്കിയിട്ടില്ല നബിയെ ലിബശരിൻ ഒരു മനുഷ്യനും മിൻ ഖബ്ലിക നിനക്ക് മുമ്പ് എന്താക്കിയിട്ടില്ല, അൽ ഖുൽദ് ഒരു ശാശ്വത ജീവിതം നാം വെച്ചിട്ടില്ല, നാം അവർക്ക് നിശ്ചയിച്ചിട്ടില്ല. അഫ ഇമ്മിത്ത അപ്പോൾ നീ മരിച്ചാൽ നീ ആയിരിക്കുമോ, അഫ ഇമ്മിത്ത അങ്ങനെയുള്ള താങ്കൾക്ക് മുമ്പ് ഒരു ശാശ്വത ജീവിതം
നിനക്ക് മുമ്പുള്ള ഒരാൾക്കും നാം ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നബിയോട് പറയുകയാണ്, അപ്പോൾ നീ മരിച്ചാലായിരിക്കുമോ, ഫഇമ്മിത്ത ആരായിരിക്കുമോ, ഫഹും അവർ, നീ മരിച്ചാൽ അപ്പോൾ അവരായിരിക്കുമോ, അൽ ഖാലിദൂൻ ശാശ്വതന്മാർ അഥവാ സ്ഥിരവാസികളായിരിക്കുമോ. ഒരു ചോദ്യമാണ് പ്രിയമുള്ളവരെ, വളരെ അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഖുർആൻ ചോദിച്ചത്. നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം നിത്യജീവിതം നിശ്ചയിക്കുകയുണ്ടായിട്ടില്ല എന്നിരിക്കെ നീ മരിച്ചാൽ പിന്നെ അവർ ശാശ്വതന്മാരായിരിക്കുമോ എന്നുള്ള വളരെ ഗഹനമായ ഒരു ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഓരോരുത്തരും മറ്റാളുകളോടുള്ള ഈർഷ്യതയും വിരോധവും മൂത്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം നിലനിൽപ്പിനേക്കാൾ അവരെതിർകക്ഷിയുടെ നാശത്തെ ആശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മനുഷ്യന്മാരായ നമ്മുടെ ഒരു ശീലമാണ്, അല്ലെങ്കിൽ ഒരു പതിവാണ്. അങ്ങനെ അവിശ്വാസികൾക്ക് നബി തിരുമേനി മരണപ്പെട്ടു പോകുന്നതിലുള്ള ആഗ്രഹം വലിയതായിരുന്നു എന്നാണ്. മുഹമ്മദ് അധികം താമസിയാതെ മരണപ്പെടുമെന്നും അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ കൊണ്ടുള്ള ശല്യം തീരുമെന്നും ഒക്കെ അവരെ സമാധാനിക്കുന്ന ആളുകളായിരുന്നു. തിരുമേനി മരണമടഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവർ മരണപ്പെടാതെ ശേഷിക്കുമെന്ന ഒരു ഭാവമാണ് അവരിൽ പ്രകടമായിരുന്നത്. അതുകൊണ്ടാണ് ഈ ആയത്തിൽ നീ മരിച്ചാൽ അവർ ശാശ്വതരായി ഇവിടെ ശേഷിക്കുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹു ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീ മരിച്ചാൽ പിന്നെ അവരിവിടെ ശാശ്വതമാകുമോ? എന്നിട്ട് 35-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ് അള്ളാഹു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും അത് മരണം ടേസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും, അത് രുചിച്ചു നോക്കുക തന്നെ ചെയ്യും. ദാഇഖത്തുൽ മൗത്ത് പറഞ്ഞാൽ അതാണ്, മരണത്തെ ആസ്വദിക്കുന്നതാണ് എന്നാണ്. ദാക്കയദൂക്കു ദാഇഖത്തുൽ മൗത്ത്. അപ്പോൾ എല്ലാ ദേഹവും എല്ലാ ആത്മാവും മരണം അനുഭവിക്കുന്നതാണ്. എന്നിട്ടല്ല പറയുന്നത്, വനബിലൂക്കും നിങ്ങളെ നാം പരീക്ഷണം നടത്തും, ബലായബിലു വനബിലൂക്കും നിങ്ങളെ നാം പരീക്ഷിക്കും, ബിശ്ശരി വൽ ഖൈരി തിന്മ കൊണ്ടും നന്മ കൊണ്ടും, ഫിത്നത്തൻ ഒരു ശരിയായ പരീക്ഷണം, വ ഇലൈനാ തുർജഊൻ നിങ്ങൾ നമ്മുടെ അടുക്കലേക്കാണ് മടങ്ങി വരിക എന്ന്. അപ്പോൾ എല്ലാ ആത്മാക്കളും ഏതൊരു വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നും ഒരു പരീക്ഷണമെന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കുന്നതാണ് വനബലൂക്കുമെന്ന് പറഞ്ഞാൽ. മാത്രമല്ല നിങ്ങളെല്ലാം നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങൾ മടങ്ങി വരിക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണം എന്നുള്ളത് അതിൽ നിന്ന് ആരും ഒഴിവാകുകയില്ലല്ലോ. മുമ്പ് ആരും അത്തരം മരണത്തിൽ നിന്ന് ഇവിടെ ഒഴിവായി നിന്നിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരും അല്ലാത്തവരുമൊക്കെ ഇവിടെ നിന്ന് മരണമടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മരണത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ മരണം എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ എല്ലാവരും മരിക്കും, പക്ഷേ നന്മ തിന്മകൾ വഴിക്കുള്ള ഒരു പരീക്ഷണമായിട്ടാണ് നിങ്ങളെ ഇവിടെ നാം ജീവിക്കാൻ വിട്ടിട്ടുള്ളത്. നമ്മുടെ ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് തുച്ഛമാണ്, ചെറിയൊരു കാലമാണ്. അള്ളാഹു പറയാണ്, അവിടെ നിങ്ങൾ നന്മ തിന്മകൾ വഴി ഒരു പരീക്ഷണത്തിലാണ്, അതിലെ ജയാപജയങ്ങളാണ് നിങ്ങൾക്ക് പ്രശ്നം. ആ ജീവിതം അവസാനിച്ചാൽ എല്ലാവരുടെയും മടക്കം എന്നിലേക്കാണ്. അപ്പോൾ പരീക്ഷണത്തിൽ പരാജിതരായാൽ ശരിക്കും അതിൻ്റെ ദുഷ്ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു താക്കീതാണ് അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി 36-ാമത്തെ വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കണ്ടിരുന്ന ഒരു വിഷയത്തിൻ്റെ ബാക്കിയായിട്ട് വേറൊരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കുകയാണ്. നോക്കാം. وَإِذَا رَآكَ الَّذِينَ كَفَرُوا إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي يَذْكُرُ آلِهَتَكُمْ وَهُمْ بِذِكْرِ الرَّحْمَنِ هُمْ كَافِرُونَ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹു പറയുകയാണ്, وَإِذَا رَآكَ الَّذِينَ كَفَرُوا
വഇദാ റആക്കല്ലദീന കഫറു, മനസ്സിലാക്കണം, നിന്നെ കണ്ടാൽ, ആര് കണ്ടാൽ? അല്ലദീന കഫറു, അവിശ്വസിച്ചവർ നിന്നെ കണ്ടാൽ, ഈ യത്തഖിദൂനക, നിന്നെ അവർ ആക്കുകയില്ല, ഇല്ല ഹുസുവ, ഒരു പരിഹാസ്യമല്ലാതെ. അപ്പോൾ ഈ യത്തഖിദൂനക, അവർ നിന്നെ ആക്കും, ഇല്ല ഹുസുവൻ, പരിഹാസ്യമല്ലാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ നിന്നെ ഒരു പരിഹാസ്യമല്ലാതെ ആക്കുകയില്ല, പരിഹസിക്കുമെന്നർത്ഥം. എന്താണ് അവർ പരിഹസിച്ച് പറയുന്ന വാക്ക്? അതാണ് അടുത്തതായിട്ട് പറയുന്നത്. അഹാദ, ഇവനാണോ, അല്ലദീയത് കുറു, ആക്ഷേപിക്കുന്നവൻ, പറയുന്നവൻ, ആലിഹത്തക്കും, നിങ്ങളുടെ ആരാധ്യന്മാരെ, നിങ്ങളുടെ ഇലാഹുകളെ, വഹും, അവരാകട്ടെ, ബിദിക്കിരി റഹ്മാൻ, റഹ്മാൻ്റെ അഥവാ പരമകാരുണികൻ്റെ ഉത്ബോധനത്തെപ്പറ്റി, ഉപദേശത്തെപ്പറ്റി, ഹും കാഫിറൂൻ, അവർ അവിശ്വസിച്ചവരുമാണ്. ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരായത്താണ്. അപ്പോൾ ഇതാ റആക്കല്ലദീന കഫറു, സത്യനിഷേധികൾ നിന്നെ കണ്ടാൽ അവർ പറയും, അല്ലദീന കഫറു, അതാണ് സത്യനിഷേധികൾ, ഈ യത്തഖിദൂനക ഇല്ലാ ഹുസുവ, ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് എന്നവർ പറഞ്ഞുകൊണ്ട് നിന്നെ തമാശയാക്കും, നിന്നെ കളിയാക്കും. അഹാദല്ലദീ യദ്കുറു ആലിഹതക്കും ഇൻ യത്തഖിദൂന ഇല്ലാ ഹുസുവ അഹാദല്ലദീ യദ്കുറു ആലിഹതക്കും. എന്താ പറഞ്ഞത്? ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ അവർ തമാശയാക്കുക മാത്രമായിരിക്കും ചെയ്യുക. അതായത് തമാശയായി നിന്നെ അവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. വഹും ബിദിക്കിരി റഹ്മാനി ഹും കാഫിറൂൻ, അത്തരം പരിഹസിക്കുന്ന ആളുകളുടെ ഒരു വിശേഷണം അല്ലാഹു സൂചിപ്പിച്ചത്, അവർ പരമകാരുണികൻ്റെ ഉത്ബോധനത്തിൽ അവിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ വിശ്വാസം കൊണ്ട് അവർ നിന്നെ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വിഗ്രഹങ്ങളെ ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കുന്നതിൻ്റെ ഒരു കൊള്ളരുതായ്മയെ നബിക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ഇതിലൂടെ. മാത്രമല്ല തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതും മുശ്രിക്കുകൾക്ക് സഹിക്കവയ്യാത്ത ഒരു കാര്യമായിരുന്നല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. ഏത് അടവുകൾ എടുത്തിട്ടും തിരുമേനി അതിൽ നിന്ന് ഒട്ടും പിന്മാറാത്തത് കാണുമ്പോൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ദിനംപ്രതി ശക്തിപ്പെട്ടും പ്രചാരം വർദ്ധിച്ചും കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ, തിരുമേനിക്കെതിരിൽ ന്യായമോ ലക്ഷ്യമോ അവർക്ക് തെളിയിക്കുവാനില്ലാത്ത വിധം ആയിക്കൊണ്ടിരിക്കുമ്പോൾ, കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തക്കം കിട്ടുമ്പോഴൊക്കെ പരിഹസിക്കുകയും അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം അവിശ്വാസികളുടെ പതിവായിരുന്നു. അക്കൂട്ടത്തിൽ അവരുപയോഗിച്ചിരുന്ന ഒരു പരിഹാസ്യവാക്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ഒരു കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കിയത്. എന്താണത്? ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിച്ച് പറയാറുള്ളവൻ? ഇവൻ അതിനു മാത്രം ഉണ്ടോ എന്ന് അവർ തമ്മിൽ പറയാറുണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അഹാദല്ലദീ യദ്കുറു ആലിഹതക്കും അഹാദല്ലദീ യദ്കുറു ആലിഹതക്കും, ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിച്ചു പറയുന്നവൻ? അപ്പോൾ ഇതിന് മാത്രമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു പരിഹാസ്യ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ സ്വഭാവ മര്യാദകൾ പരിഗണിച്ചെങ്കിലും അവിടുന്ന് പ്രബോധനം ചെയ്യുന്ന കാര്യത്തെപ്പറ്റി അവർക്ക് അല്പം ആലോചിച്ചു നോക്കേണ്ടതുണ്ടായിരുന്നു. അതിനു പകരം അവരെന്ത് ചെയ്തു? കാണുമ്പോഴെല്ലാം പരിഹാസത്തിന് മുതിരുകയാണ് അവർ ചെയ്തത് എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത അവരുടെ ആരാധ്യ വസ്തുക്കളെ തരം താഴ്ത്തുന്നു എന്നാണല്ലോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഇത്തരം പരിഹാസത്തിലൂടെ അവർ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്. അവരല്ലാഹുവിലും അവൻ്റെ ബോധനങ്ങളിലും അവിശ്വസിച്ചിരിക്കുകയാണ് എന്നും അവരുടെ സൃഷ്ടാവും പരമകാരുണികനുമായ രക്ഷിതാവ് അള്ളാഹുവാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ആലോചിക്കുന്നില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുകയാണ്. അതാണ് വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ, അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ ബോധനങ്ങളെപ്പറ്റി അവർ കാഫിറുകളാണ്, അവിശ്വാസികളാണ്. സ്രഷ്ടാവായ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ പറ്റി അവരൊട്ടും ആലോചിക്കുന്നില്ല
എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ പറയുന്നത് എന്താണ്? ഖുലിഖൽ ഇൻസാനു മിൻ അജൽ സഉരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ. മനുഷ്യൻ ധൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ താമസം വിന വഴിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. സഉരീകും ആയാതി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ധൃതി കൂട്ടരുത് എന്നാണ് പറഞ്ഞത്. ഇവിടെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ധൃതിപ്പാടോടുകൂടിയാണ് എന്നാണല്ലോ പറഞ്ഞത്. എൻ്റെ ആയാത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ, നിങ്ങൾ ഒരിക്കലും അതിൽ ധൃതി കൂട്ടരുത് എന്ന്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരു ധൃതിപ്പാടോടുകൂടി സൃഷ്ടിച്ച, ജന്മനാ ഒരു ധൃതി എന്ന് പറയുന്ന സ്വഭാവം മനുഷ്യന് നൽകിയതിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മനുഷ്യൻ പല കാര്യങ്ങളിലും ധൃതി കാണിക്കുന്നതിനെ പറ്റി കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ് എന്നുള്ളത് വളരെ വിശദമായിക്കൊണ്ട് പരിശുദ്ധ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.